പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി വനമേഖലയിൽ വിരിഞ്ഞിറങ്ങിയ വേഴാമ്പൽ കുഞ്ഞ് ആദ്യമായി പറക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപൂർവമായ നിമിഷം ക്യാമറയിൽ പകർത്തിയത് കണ്ണൂരിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള രഗീഷ് പിണറായിയാണ്. ഈ വീഡിയോ പാർത്തുന്നത് 2 ദിവസം മുന്നെയാണ്. അതായത് തിങ്കളാഴ്ച വൈകിട്ടാണ് ഞാൻ നെല്ലിയാമ്പതിയിൽ എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെസ്റ്റിംഗ് ടൈമായിരുന്നു. നെസ്റ്റിംഗ് ടൈമിൽ പൊതുവെ വീഡിയോ പകർത്താറില്ല. പകർത്തി കഴിഞ്ഞാലും അത് പുറത്തു വിടാറില്ല. കാരണം അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ലംഘനം, അതിൻ്റെ ഒരു ബ്രീഡിംഗ് ടൈം ഉള്ളൊരു ഈ ഒരു ഘട്ടത്തിൽ നമ്മളതിനെ ശല്യം ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനാൽ പൊതുവെ അത്തരം യാത്രകൾ ചെയ്യാറില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ. പക്ഷേ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ ഈ കുട്ടി കൂടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പം നമുക്കതിനെ കുട്ടിയെ പുറത്ത് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല, കാരണം അത് നെസ്റ്റിംഗ് ടൈമിലായതുകൊണ്ട്. അപ്പോൾ ഇന്നലെ ബുധനാഴ്ച രാവിലെയാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ ഒന്നുകൂടി ആ മേഖലയിലേക്ക് ചെന്നപ്പോൾ ഈ കുട്ടി കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ഇതിന്റെ 50 അടിയോളം ഉയരമുള്ള ഒരു മരത്തിന്റെ മുകളിൽ, ആ കൂട്ടിൽ തന്നെ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു വിഷ്വൽ നമ്മൾ കാണുന്നത്. അപ്പം വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ കുട്ടിയെ നമ്മളിപ്പം ഓരോ ദിവസങ്ങളിലായി ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1-2 ദിവസങ്ങൾ മാത്രമേ നമ്മൾ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളെ ജോലി തിരക്കിലേക്ക് തിരയുമല്ലോ. ആ കുട്ടിയെ കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി. കാരണം ആ കുട്ടി നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളൊരു കുട്ടികളെ ഒരു കൗതുകത്തോടു കൂടി ലോകത്തെ ഉറ്റുനോക്കുകയാണത്. ആ കൂട്ടിൽ കയറി നിന്ന് അത് ചിറകുകളൊക്കെ ഒതുക്കുകയും അത് പറക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ലോകത്തോടുണ്ടായ അതേ കൗതുകം തന്നെയാണ് ഞങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, ഒരു വേഴാമ്പൽ കുഞ്ഞ് പറക്കാൻ തുടങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങൾ, ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്, പക്ഷേ ജീവനുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഒരു വീഡിയോ ആയി പകർത്തി വെക്കണമെങ്കിൽ അതിന് ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പും ഒരു പ്രത്യേക കഴിവും തന്നെ വേണം. ആ ഒരു കഴിവെന്ന് പറയുന്നത് രഗീഷിനുണ്ട്. രഗീഷിന്റെ ഒരു ജീവനുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. എന്തായാലും മനോഹരമായൊരു ദൃശ്യം. ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പതിയുന്ന ഒരു ദൃശ്യമാണ് ഈ കുഞ്ഞു വേഴാമ്പൽ പുറത്തോട്ടിറങ്ങി പറന്നു പോകുന്ന ഒരു ദൃശ്യമെന്നാണ് രഗീഷ് പറഞ്ഞത്. രഗീഷ് ഇപ്പോൾ നെല്ലിയാമ്പതി കാടുകളിൽ നിന്നാണ് ഈ ദൃശ്യം പകർത്തിയത്. ജനുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള ഒരു കാലയളവാണ് ഇതിൻ്റെ ഒരു പ്രജനന കാലം എന്ന് പറയുന്നത്. 38 ദിവസം വരെയാണ് ഈ മുട്ട വിരിയാനെടുക്കുന്ന സമയം. പിന്നെയും ഒരു 2 മുതൽ 3 മാസം വരെ സമയമെടുത്താണ് ഈ കുഞ്ഞു വേഴാമ്പൽ പുറത്തോട്ട് ഇറങ്ങുക. അപ്പോഴത്തേക്കും തന്നെ അതിന് പറക്കാനുള്ള അത്യാവശ്യം തൂവലുകളും എല്ലാം വേണ്ട വിധം ആയതിനു ശേഷം മാത്രമാണ് ഇത് പുറത്തിറങ്ങുക. അങ്ങനെ ആണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച അത് പുറത്തിറങ്ങിയത്. ഇവർ എത്തുന്നത് തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് രഗീഷ് ഈ നെല്ലിയാമ്പതി കാടുകളിൽ എത്തുന്നത്. അന്നപ്പോൾ ഇങ്ങനെ ഒരു ലൊക്കേറ്റ് ചെയ്തു. പിന്നീട് ചൊവ്വാഴ്ച നോക്കി, അപ്പോൾ കുഞ്ഞ് പുറത്തോട്ട് വന്നിട്ടില്ല. പിന്നെ ബുധനാഴ്ച മടങ്ങി പോരുന്നതിനും മുൻപായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു കുഞ്ഞു വേഴാമ്പൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു ദൃശ്യം അവർ കാണുന്നത്. ഉടനെ തന്നെ ഒരു അപൂർവം കിട്ടാനുള്ള ഒരു ഭാഗ്യം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേഗം തന്നെ ക്യാമറ ഓണാക്കി ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് പോലെ വേഴാമ്പലുകളെ ഒരുപാട് കാടുകളിലെല്ലാം തെരഞ്ഞ് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു മനോഹരമായ ദൃശ്യം, ഒരു വേഴാമ്പൽ പറന്നു തുടങ്ങാൻ ഉള്ളൊരു ദൃശ്യമാണ്. മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് രഗീഷ് പിണറായിയാണ്. വിഷ്ണു പ്രകാശാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.